എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ചോപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മട്ടൺ ചോപ്സ് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നാൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മട്ടൺ ചോപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 750 ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കഴുകി എടുത്തിട്ടുള്ള മട്ടനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി മട്ടൺ ചോപ്സ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ചേർക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ചേർക്കാം. അങ്ങനെ ഇതേ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മട്ടൺ ചേർക്കാം. ഇത് എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓരോരുത്തരും മട്ടൻ്റെ വേവിനനുസരിച്ചാണ് വിസിലിൻ്റെ എണ്ണം തീരുമാനിക്കേണ്ടത്. എല്ലാം ഒന്ന് ഇളക്കി വെച്ച ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. മട്ടണിൽ നിന്ന് തന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വഴറ്റുന്നതിന് വേണ്ടി എടുക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളിയും 3 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മട്ടണിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. ഇനി ഒന്ന് തണുത്ത ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. നല്ലൊരു മൂത്ത മണം വരുമ്പോഴാണ് നമുക്കിതിലേക്ക് ഇനി സവാള അരിഞ്ഞത് ചേർക്കേണ്ടത്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. കരിഞ്ഞു പോവാതെ നോക്കണം. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. കൊച്ചുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മട്ടൺ ചോപ്സിന് കിട്ടുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർക്കാം. ഞാനത് 2 സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ സവാള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് അല്പം കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോഴേക്കും നമുക്ക് മട്ടണൊക്കെ കുക്കായോ എന്നുള്ളത് നോക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൽ കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ ഉണ്ട്. എല്ലിൽ നിന്നൊക്കെ വിട്ട് വന്ന പോലെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മട്ടണൊക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. എന്താ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഞാനിത് ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് 1/2 തൊട്ടിട്ട് 3/4 ടീസ്പൂൺ വരെ ഗരം മസാലയും ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം വേണം നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോവുകയുള്ളൂ. അങ്ങനെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഞാനത് നമ്മൾ പൊടികളെല്ലാം ഇട്ട ശേഷം
ഒരു 2-3 മിനിറ്റ് നേരമായി നന്നായി വഴറ്റി യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല പൊടികളൊക്കെ മൂത്തതിൻ്റെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. എൻ്റെ കയ്യിലുള്ളത് വലിയൊരു തക്കാളി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ചേർക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ചേർക്കാം. ഇനി തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അതിനകത്ത് തക്കാളിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചിരുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടണും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയും മട്ടണൊക്കെ നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുന്ന വരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. മസാലയിലേക്ക് മട്ടണെല്ലാം നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് മാറ്റണം. എങ്കിലാണ് മട്ടണിലേക്ക് നന്നായി മസാലയായി പിടിക്കുകയുള്ളൂ. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. സെമി ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. എന്താ നമ്മുടെ മട്ടൺ ചോപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു സെമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള മട്ടൺ ചോപ്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്താ മട്ടണെല്ലാം ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഗാർണിഷ് ചെയ്യുന്നത് അല്പം മല്ലിയിലയാണ്. അങ്ങനെ മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ചോപ്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.